ഇവർ എപ്പോഴും ഏതു കാര്യവും പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും കൂടുതലും സംസാരിക്കുക. ഇവരുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി മനോഭാവവും ചുണ്ടുകളിൽ പുഞ്ചിരി തങ്ങി നിൽക്കുന്നതായും കാണുന്നവർക്ക് അനുഭവപ്പെടും. ഇവരുടെ പുഞ്ചിരി കലർന്ന സംസാരത്തിലൂടെ ആളുകളെ പെട്ടെന്ന് ആകർഷിക്കാനും വശീകരിക്കാനും സാധിക്കും. ഇവർക്ക് ദുഃഖങ്ങളെ ഒരു പരിധിവരെ പിടിച്ചുവെച്ച് സംസാരിക്കാൻ ഈ പുഞ്ചിരി അവരെ സഹായിക്കുന്നു. ഇവർ ആളുകളുടെ ആകർഷണവും നല്ല സ്വഭാവം എന്ന പട്ടവും പെട്ടെന്ന് കൈപ്പറ്റാൻ സാധ്യതയുള്ളവരാണ്. ഇവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു നേർത്ത ലജ്ജ ഇവരുടെ മുഖത്ത് വിരിയും. പ്രത്യേകിച്ച് പുരുഷന്മാരുമായുള്ള സംസാരത്തിൽ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്ത് സംസാരിക്കുമ്പോഴും പുഞ്ചിരി കലർന്ന സംസാരമായതിനാൽ ആളുകൾ ഇവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും അവരുമായി കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇവർക്ക് ഒരാളോട് അസൂയയും ദേഷ്യവും ഉണ്ടെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രമേ അവരോടും ഇവർ സംസാരിക്കുകയുള്ളൂ. ഇവരുടെ മനസ്സിലെ കാര്യങ്ങൾ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കൽ ബുദ്ധിമുട്ടാണ്. തൻ്റെ ഉള്ളിലുള്ള ദുഃഖങ്ങളെ മറച്ചുവെക്കാൻ ഈ പുഞ്ചിരി ഇവർക്ക് ഒരു മുഖാവരണം ആയിത്തീരുന്നു. ഇവർ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്നും നേടിയെടുക്കുന്നത് ഈ പുഞ്ചിരി നിറഞ്ഞ സംസാരം ആയുധമാക്കിക്കൊണ്ടായിരിക്കും. എപ്പോഴും എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്നതിനാൽ ഇവർക്ക് ദുഃഖങ്ങൾ ഇല്ല എന്ന് കാണുന്നവർ തെറ്റിദ്ധരിക്കാം. ഇവരുടെ പുഞ്ചിരി കലർന്ന സംസാരത്തിൽ ഏറ്റവും അധികം ആകൃഷ്ടരാകുന്നത് പുരുഷന്മാരാണ്. ഇത്തരക്കാരുടെ പുഞ്ചിരി നിറഞ്ഞ സംസാരത്തിലൂടെയും ഇടപഴകലിലൂടെയും ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവരുടെ പങ്കാളികളാണ്. കാരണം ഇവർ പങ്കാളിയോട് എപ്പോഴും സ്നേഹം കലർന്ന പുഞ്ചിരിയിലൂടെ മാത്രമേ സംസാരിക്കൂ. ഇവർ ഗൗരവം നിറഞ്ഞ മുഖഭാവത്തിലൂടെ സംസാരിക്കുന്നത് വളരെ വിരളമായിരിക്കും. എല്ലാവരോടും പുഞ്ചിരിയിലൂടെ ഇടപഴകുന്നതിനാൽ ഇത്തരക്കാർക്ക് മറ്റുള്ളവരോട് അസൂയയും കുശുമ്പും ദേഷ്യവും ഒന്നുമില്ല എന്ന തോന്നൽ കാണുന്നവർക്ക് ഉണ്ടാകുന്നു. ലജ്ജ ഏറ്റവും നന്നായി ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് ഇവർ. ഇവർ സംസാരിക്കുമ്പോൾ പുഞ്ചിരിയും ലജ്ജയും ഇടകലർന്ന ഭാവമായിരിക്കും. ഒരാളോട് എത്ര ദേഷ്യം ഉള്ളിലുണ്ടെങ്കിലും ഇവർ പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം ആ വ്യക്തിയോട് സംസാരിക്കുന്നതിനാൽ ഇവരുടെ മനസ്സിൽ ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കുക എന്നത് ആ വ്യക്തിക്ക് വളരെ പ്രയാസകരമായ ഒരു ടാസ്ക് തന്നെയാണ്. പുറമേക്ക് പുഞ്ചിരി നിറഞ്ഞ സംസാരമാണെങ്കിലും മനസ്സുകൊണ്ട് ഇവർ അത്ര നിഷ്കളങ്കരാണെന്ന അഭിപ്രായം വെച്ചു പുലർത്തേണ്ട. ഇവരുടെ ഏറ്റവും വലിയ നേട്ടം എന്തെന്നാൽ പുഞ്ചിരി നിറഞ്ഞ സംസാരത്തിലൂടെ ഇവർ മറ്റുള്ളവരിൽ അമിത സ്വാധീനമുണ്ടാക്കിയെടുക്കുകയും തൻ്റെ നേട്ടങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവ നേടിയെടുക്കുകയും ചെയ്യും എന്നതാണ്. ഈ പുഞ്ചിരി ഉപയോഗിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെയോ പങ്കാളിയുടെയോ മനസ്സിലേക്ക് ഇവർക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. സ്വാഭാവികമായി എപ്പോഴും ഒരു നറുപുഞ്ചിരിയോടെ സംസാരിക്കാൻ കഴിയുക എന്നത് ഇവർക്ക് ജന്മസിദ്ധമായ കഴിവാണെന്ന് തന്നെ പറയാം. പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഈ കഴിവ് തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യമെന്നു തന്നെ പറയാം.